എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറഞ്ഞ് ഷാങ് വന്ന് വേനെ കെട്ടിപ്പിടിക്കുന്നു. ഇതും കണ്ടോണ്ട് വരുന്ന നീ, ഇവൻ നിന്നെ ഇങ്ങനെയൊക്കെയാണോ കെട്ടിപ്പിടിക്കുന്നത്? ഇവൻ ശരിക്കും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ എന്നും അവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും വേ അവനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഷാങ് അവൻ്റെ അടുത്ത് പറയുകയാണ്, ഡേ, നീ ഇനി വിഷമിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, സിയയെ കുറിച്ചാണ്. ഇത്രയും കാലം നീ എങ്ങനെയൊക്കെയാണ് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കായൊക്കെ മുമ്പേ നീ ഇപ്പോൾ ഈ കമ്പനിയിലെ CEO ആയില്ലേ, വാ നമുക്കിനി സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഷാങ് പറയുന്നത് കേട്ട് വേ, ഇല്ല ഇല്ല, സെലിബ്രേറ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല. കാരണം ആ ഷൗ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നിങ്ങനെ വേ പറയുന്നത് കേട്ട് ഷൗ, ഓ ശരി, എന്നാൽ ഇനി നമുക്ക് അവനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട, നമുക്കിനി ഷിയയെക്കുറിച്ച് സംസാരിക്കാം. എപ്പോഴാണ് നീ നിന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ പോകുന്നത്? നിനക്ക് വല്ല അഡ്വൈസും വേണോ എന്ന് ഷാങ് ചോദിക്കുന്നത് കേട്ട്, എന്ത്, നീയോ എനിക്ക് അഡ്വൈസ് തരാനോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. ഷൗ, വിടുന്ന ലക്ഷണമില്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം. നീ ആരോടും പറയാതെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഷിയയെ വിളിച്ചുകൊണ്ട് പോകൂ. കുറച്ച്